Hey, go fast. Come on. Go. Hey, ജൽദി യാർ. എല്ലിന്റെ ഇടയിൽ വറ്റ് കുത്തിയിട്ട് തന്നെ അല്ലാണ്ട് എന്താ പറയാ, മേലനങ്ങാൻ ഒരു പണിയിട്ട് ഇല്ലേനും തിന്നാനാണെങ്കിൽ വേണ്ടോളം ഉണ്ടേനും അതങ്ങോട്ട് ദയിപ്പിക്കണ്ടേ. എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? അല്ല, ലക്ഷ്മിക്ക് പുല്ല് തിന്നാ ഒരു മടി, ദഹനക്കേട് ഉണ്ട് തോന്നുന്നു. കറവ കഴിഞ്ഞ് എവിടെ കിടന്ന് കറങ്ങരുത് പറഞ്ഞിട്ടില്ല എന്നോട്. ഓ, അതന്നെ ഞാനും ആലോചിക്കണം. സാബ് അന്വേഷിക്കണ്ടേ? പോയിക്കോളൂ, ഞാൻ വന്നോളാം. മേ കമിൻ സാർ? യെസ്. ഞാൻ നിങ്ങളെ വിളിപ്പിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാം. ഞാൻ രാജസ്ഥാൻ ക്യാമ്പിലായിരുന്നപ്പോൾ അവിടെ ഒരു വറീതേട്ടനുണ്ടായിരുന്നു, ചങ്ങനാശ്ശേരിക്കാരൻ, കേണലിന്റെ ഓർഡറിലായിട്ട്. നമ്മുടെ മാധവേട്ടനെ പോലെ. മാധവേട്ടന് പിന്നെ കുടുംബവും കുട്ടികളും ഒന്നും ഇല്ലാന്ന് വെക്കാം. വറീതേട്ടന്റെ സ്ഥിതി അതല്ല. വളരെ ചെറുപ്പത്തിലെ പട്ടാളത്തിൽ ചെയ്യുന്നതിന് മുമ്പേ കല്യാണം കഴിച്ചു. 6 കുട്ടികളും ഉണ്ട്. പക്ഷെ ആ വിചാരം വല്ല മൂപ്പർക്കുണ്ടോ? കിട്ടുന്നത് മുഴുവൻ കുടിച്ചു നോക്കും. മനുഷ്യന്റെ കാര്യം ഇപ്പൊ നമ്മൾ തീരുമാനിക്കുന്ന പോലെയൊന്നും അല്ലല്ലോ. ഒരു ദിവസം കുളിമുറിയിൽ കാല് തെറ്റി ഒറ്റ വീഴ്ച, നടുവിനായിരുന്നു ഇഞ്ചുറി. പെട്ടെന്ന് പിരിഞ്ഞു പോരേണ്ടി വന്നു. പാവം വറീതേട്ടൻ ആ കിടപ്പ് കുറെ കാലം കിടന്നു, മറ്റും മരിച്ചു. പിരിയുമ്പോ കിട്ടിയ കാശ് മുഴുവൻ കടം വിട്ടാൽ മാത്രമേ തികഞ്ഞുള്ളൂ. പട്ടിണിയും പരിവട്ടായിട്ട് ആ ഭാര്യയും മക്കളും വർഷങ്ങളായിട്ട് കഴിയുന്നേ. ഞാനിപ്പോ ഇതോടെ പറഞ്ഞ എന്തിനാന്ന് മനസ്സിലായോ? കുളിക്കാൻ പോകുമ്പോ വീഴാതെ സൂക്ഷിക്കണമെന്നല്ലേ സാർ? കല്യാണം കഴിഞ്ഞാൽ കുട്ടികളുടെ കാര്യത്തിൽ ഒരു നിയന്ത്രണം വേണമെന്നല്ലേ സാർ? ഷട്ട് അപ്പ് ബ്ലഡി ഫൂൾ. നമ്മളിങ്ങനെ നാടും വീടും വിട്ട് അലയുന്നവരാ. ചെറുപ്പത്തിന്റെ ആവേശത്തിൽ പട്ടാളക്കാർക്ക് ഒന്നിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാവില്ല. ഞാൻ പറഞ്ഞു വരുന്നത് ചെലവിടുന്നതിനെ കുറിച്ചാ. കിട്ടുന്നത് മുഴുവൻ ധൂർത്തടിച്ച് ചെലവാക്കും. ഇനി അത് പാടില്ല. അല്പസ്വല്പം സമ്പാദ്യശീലങ്ങളൊക്കെ ആകാം പട്ടാളക്കാർക്ക്. ആ കുട്ടി പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാം ചേർക്കാന്ന് ഞാൻ സമ്മതിക്കുകയും ചെയ്തു. അപ്പുറത്തെ വീട്ടിലെ ആ കുട്ടി ഇവിടുത്തെ പോസ്റ്റ് ഓഫീസിലെ ആദ്യ ഏജന്റ് അത്രേ. തെറിയഭിഷേകം നടത്തുന്ന ആ വൃത്തികെട്ടവന്റെ വീട്ടിലെ കുട്ടിയല്ലേ സാർ? ചേച്ചേ, അയാൾ എത്രക്കാരനാണെങ്കിലും ആ കുട്ടി പാവാ. ഞാൻ ഇന്നലെ പോസ്റ്റ് ഓഫീസ് വെച്ചാ കണ്ടത്. അയാൾ പറഞ്ഞ അസഭ്യങ്ങൾക്കൊക്കെ ആ കുട്ടി എന്നോട് ഒരുപാട് മാപ്പി ചോദിക്കുകയും ചെയ്തു. പിന്നെ ഡെപ്പോസിറ്റ് പിടിച്ചു കൊടുക്കണമെന്ന് റിക്വസ്റ്റ് ചെയ്തപ്പോൾ എനിക്ക് സമ്മതിക്കേണ്ടി വന്നു. എന്താ ഇവര് 3 പേരും ചേരും സാർ. താനും ചേരണം. നിങ്ങളെല്ലാം കണ്ടോണ്ടാ ഞാൻ ആ കുട്ടിക്ക് വാക്ക് കൊടുത്തത്. സമ്പാദ്യശീലം അത്ര മോശം കാര്യമൊന്നുമല്ലോ. ഞാൻ ആ കുട്ടിയോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. ആ കുട്ടി വരും. പൊക്കോളൂ. എന്റെ കാശൊന്നുമില്ല. കാശിന്റെ